ഹലോ ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഫ്രൂട്ട് പ്ലാന്റ്സിനാണ് ഓർഡർ തരുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കസ്റ്റമർക്ക് 8 ടൈപ്പ് പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റും ഇതുപോലെ കൊക്കോ പീറ്റൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ബഡ് ചെയ്ത പ്ലാന്റാണ് കേട്ടോ. ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയാണ്. 1.5 വർഷം കൊണ്ട് ഉണ്ടാവുന്ന പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ഇത് അബിയു. എല്ലാ പ്ലാന്റ്സും ഇതുപോലെ നനച്ച് കൊടുത്തിട്ട് കവറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് വെള്ളം ഒരിക്കലും ലീക്ക് ആവില്ല, നല്ല സേഫ്. അപ്പോൾ 2 ദിവസം ഡിലേ വന്നാലും നമുക്ക് പ്ലാന്റ്സിന് യാതൊരു ഡാമേജ് ഉണ്ടാവില്ല. ഇത് ഞാവലാണ്, സീഡ്ലെസ് ഞാവലിൻ്റെ ഒരു പ്ലാന്റാണ്. പിന്നെ മാംഗോൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഒരു ബരാമസി മാംഗോയും തായ്ലൻഡ് മാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ടൈപ്പാണ്. ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്ലാന്റാണ്. അധികം ഹൈറ്റൊന്നും പോവില്ല. തായ്ലൻഡ് മാവ്. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്, ഫ്രൂട്ടുള്ള പ്ലാന്റാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂത്ത് വരുന്നൊരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഇത് റംബുട്ടാൻ്റെ യെല്ലോ ആണ്. E35 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മളിത് ബോക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പ്ലാന്റ്സ് നമ്മളിതുപോലെ പാക്ക് ചെയ്തിട്ട് ബോക്സായിട്ട് ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ നിന്ന് പ്ലാന്റ്സ് ഒരിക്കലും ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്താൽ പോലും വീണ് പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഓരോ പ്ലാന്റും ഈ കവറുമുക്കോടെ നമ്മൾ ബോക്സുമ്പോൾ ടാഗ് ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊറിയർ അയക്കുക. DDDC സ്പീഡ് പോസ്റ്റ് ഡെലിവറിയിലാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. ബൾക്കാണെങ്കിൽ KSRTC റെയിൽവേ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ KSRTCയിലൊക്കെ അയക്കുമ്പോൾ നമ്മൾ അധികം മണ്ണൊന്നും റിമൂവ് ചെയ്യില്ല, നമ്മൾ ആ കവറടക്കമാണ് അയച്ചു കൊടുക്കുക. കാരണം കമ്പാരിറ്റീവ്ലി കൊറിയർ ചാർജ് ഭയങ്കര കുറവാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഒരു തെങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടായിരുന്നു. നമുക്ക് അധികം നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന കവർ തന്നെ ഒരു ബ്ലാക്ക് കവർ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ തന്നെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. ഡയറക്റ്റ് വന്ന് പർച്ചേസിന് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.